ഹനുമാൻ ഹിന്ദുമതത്തിലെ മഹാനായ ദൈവമാണ്. അദ്ദേഹം വാനര രാജാവായ കേശരിയുടെയും അഞ്ജനാദേവിയുടെയും പുത്രനാണ്. ശിവന്റെ അവതാരമായി കരുതപ്പെടുന്ന ഹനുമാൻ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ്. അഞ്ജനാദേവി ശക്തമായ ശിവഭക്തയായിരുന്നു. ഒരു ശാപത്താൽ വാനരരൂപം ഏറ്റതുതന്നെയാണ് ഹനുമാന്റെ ജനനത്തിന്റെ പശ്ചാത്തലം. കേശരി രാജാവും അഞ്ജനയും തപസ്സിലിരിക്കുമ്പോൾ വായുദേവന്റെ അനുഗ്രഹത്തോടെ ഹനുമാൻ ജനിച്ചു. അതിനാൽ വായുപുത്രൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഹനുമാൻ ചെറുപ്പത്തിൽ അതീവ ശക്തിയും അതിരുചികൾ നിറഞ്ഞവനുമായിരുന്നു. ഒരിക്കൽ സൂര്യനെ പഴം എന്ന് തെറ്റിദ്ധരിച്ചു അതിലേക്ക് ചാടിയപ്പോൾ ഇന്ദ്രദേവൻ വജ്രായുധം പ്രയോഗിച്ച് അവനെ ആക്രമിച്ചു. വായുദേവൻ ക്രോധിതനായി ലോകത്ത് വായു നിലച്ചു. ഇതുമൂലം സകല ദേവതകളും പ്രശ്നത്തിലായി. തുടർന്ന് ബ്രഹ്മദേവനും മറ്റു ദേവതകളും ഹനുമാനെ വിവിധ അനുഗ്രഹങ്ങളാൽ ശക്തനാക്കി. ഹനുമാൻ കിഷ്കിന്ധ നഗരത്തിലെ വാനര രാജാവ് സുഗ്രീവന്റെ അനുയായിയായിരുന്നെങ്കിലും ശ്രീരാമനോടുള്ള അതിരഹസ്യ ഭക്തിയാൽ പ്രശസ്തനായിരുന്നു. രാമനും ലക്ഷ്മണനും സീതയെ തിരയുമ്പോൾ അവർ സുഗ്രീവനെയും ഹനുമാനെയും കണ്ടുമുട്ടി. 1. സീതാന്വേഷണം. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിക്കയറി അശോകവനത്തിൽ സീതാദേവിയെ കണ്ടെത്തി. അവളോട് ശ്രീരാമന്റെ സന്ദേശം കൈമാറിയ ശേഷം രാവണനെ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം ലങ്കയെ അഗ്നിയാൽ ദഹിപ്പിച്ചു. 2. സേതുബന്ധനം. ശ്രീരാമനും വാനരസേനയും ലങ്കയിലേക്ക് കടക്കാൻ ഒരു പാലം സേതു നിർമ്മിക്കുമ്പോൾ ഹനുമാൻ അതിൽ പ്രധാന പങ്ക് വഹിച്ചു. 3. ലക്ഷ്മണ രക്ഷയുദ്ധത്തിനിടെ ലക്ഷ്മണൻ ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറന്നു സഞ്ജീവനി ഔഷധമുള്ള മല മുഴുവനായി കൊണ്ടുവന്നു. അതുവഴി ലക്ഷ്മണൻ വീണ്ടും ജീവൻ തിരിച്ചു. 4. രാവണനോട് യുദ്ധം. ശ്രീരാമായണ യുദ്ധത്തിൽ ഹനുമാൻ അവിസ്മരണീയമായ ധൈര്യവും ശക്തിയും പ്രകടിപ്പിച്ചു. രാക്ഷസരെ തോൽപ്പിക്കാനും രാവണനെ അകറ്റാനും അദ്ദേഹത്തിന്റെ സഹായം അത്യന്താപേക്ഷിതമായിരുന്നു. ഹനുമാൻ ഭക്തിയുടെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്നതുതന്നെ ധൈര്യവും സംരക്ഷണവും നൽകുമെന്ന് വിശ്വാസമുണ്ട്. ഹനുമാൻ ചാലീസ പോലെയുള്ള ശ്ലോകങ്ങൾ ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ളവയാണ്. ഹനുമാനെ വിവിധ രൂപങ്ങളിൽ ആരാധിക്കുന്നു. ഉദാഹരണത്തിന് ബജരംഗ്ബലി, മാരുതി, അഞ്ജനാനന്ദൻ, വായുപുത്രൻ, ചിരഞ്ജീവി എന്നിവ. ഹനുമാനെ ആരാധിക്കുന്നത് ഭയത്തെയും ദുരിതങ്ങളെയും അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തരായവർക്ക് അദ്ദേഹം ശക്തിയും ധൈര്യവും ബുദ്ധിയും നൽകുന്നു. ഇന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങൾ കാണാം. പ്രത്യേകിച്ച് വാരാണസി, അയോധ്യ, ഹംപി, ചത്രകൂടം എന്നിവിടങ്ങൾ പ്രസിദ്ധമാണ്. ഹനുമാന്റെ കഥ വിശ്വസ്തത, സേവനഭാവം, ധൈര്യം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു.